5 സംസ്ഥാനങ്ങളിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. ആയാറാം ഗയാറാം രാഷ്ട്രീയം ഉത്തർപ്രദേശിലും ഗോവയിലും ഉത്തരാഖണ്ഡിലും സജീവമാണ്. രാഷ്ട്രീയം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് അതിർത്തിയിൽ ചൈനയുടെ പ്രകോപനം. അരുണാചൽ സ്വദേശിയായ ബാലനെ ചൈന തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞത് BJP MP ആണ്. സൈനിക ശക്തിയിൽ ഇന്ത്യ മുന്നേറ്റം തുടരുമ്പോഴും നാവികസേന കപ്പലുകളിലെ അപകടങ്ങളും ജമ്മു കാശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങളും ആവർത്തിക്കുകയാണ്. INS റൺവീറിലുണ്ടായ പൊട്ടിത്തെറി ഏറെ ദേശീയ ശ്രദ്ധ നേടിയ വാർത്തയായിരുന്നു. സ്വാഗതം ന്യൂസ് 18 ഇന്ത്യയിലേക്ക്. പ്രീപോൾ സർവേകളെല്ലാം 5-ൽ 4 BJP മുന്നേറ്റം പ്രവചിക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഉത്തർപ്രദേശിലെ കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ ഗോവയിലും BJP വിമതശല്യം നേരിടുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ് ഗോവയിൽ പാർട്ടി വിട്ടത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് 4ാമതെത്തുമെന്നാണ് പ്രവചനം. കോൺഗ്രസിന് പിന്നാലെ BJPയും വിമത നീക്കങ്ങളിൽ വലയുകയാണ്. സംസ്ഥാനങ്ങളിൽ നേതാക്കളുടെ ബാഹുല്യം വർദ്ധിച്ചതോടെ സീറ്റിനെ ചൊല്ലിയാണ് തർക്കം. കോൺഗ്രസിൽ നിന്നടക്കം അടർത്തിയെടുത്ത നേതാക്കൾക്ക് സീറ്റ് നൽകിയില്ലെങ്കിൽ അവർ പാർട്ടി വിടും. പാർട്ടിയുടെ സ്വന്തം നേതാക്കളെ തഴയുക മാത്രമേ BJPക്ക് പോംവഴി ഉണ്ടായിരുന്നുള്ളൂ. അതോടെ പാർട്ടിയുടെ വിശ്വസ്തരായി നിന്ന നേതാക്കൾ വിമതരായി മാറുകയാണ്. അതിനാണ് ഗോവ സാക്ഷിയാകുന്നത്. കോൺഗ്രസിൽ നിന്ന് ഒപ്പം ചേർത്ത 10ലേറെ നേതാക്കൾക്ക് സീറ്റ് നൽകിയതോടെ പല മന്ത്രിമാർക്കും MLAമാർക്കും അവസരം നഷ്ടമാവുകയാണ്. ഇത്തരത്തിൽ BJPയുമായി അകന്നു മാറിയവരിൽ പ്രധാനികളാണ് മുൻ പ്രതിരോധ മന്ത്രിയും ഗോവ മുഖ്യമന്ത്രിയുമായിരുന്ന മനോഹർ പരീക്കറുടെ മകൻ ഉത്പൽ പരീക്കർ. ഉത്പലിന് പനജി ഒഴികെ എവിടെ വേണമെങ്കിലും സീറ്റ് നൽകാൻ BJP തയ്യാറായിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കാൻ ഉത്പൽ തയ്യാറായില്ല. അതോടെ പാർട്ടി വിട്ടു. നേരത്തെ തന്നെ BJPയുമായി അകന്നു കഴിയുകയായിരുന്ന ഉത്പലിനെ ഒപ്പം കൂട്ടാൻ AAP പരസ്യവും രഹസ്യവുമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അതെല്ലാം തള്ളിയാണ് സ്വതന്ത്രനായി മത്സരിക്കാനുള്ള തീരുമാനമെടുത്തത്. കോൺഗ്രസ് വിട്ടെത്തിയ സിറ്റിംഗ് MLA അഥനാസിയോ ബാബുഷ് മോൺസെറാറ്റോയാണ് BJPയുടെ പനജിയിലെ സ്ഥാനാർത്ഥി. People of Panjim didn't vote for Manohar Parrikar just because he is Manohar Parrikar. They voted and supported him because he stood for some values. He stood for something. The time has come for me to also stand for those values. Due to these circumstances, I have no choice but to stand for the values my father believed in and go ahead and let people of Panjim decide my political fate. So, I like to announce that I will be contesting as an independent candidate from Panjim constituency. ഉത്പലിന്റെ രാജിയേക്കാൾ ഗോവയിലെ BJPയെയും ദേശീയ നേതാക്കളെയും ഞെട്ടിച്ചത് RSSലൂടെ BJPയിലെത്തിയ മുൻ മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറുടെ രാജിയാണ്. ഗോവയിലെ പ്രകടന പത്രികയുടെ ചുമതലക്കാരൻ കൂടിയായിരുന്ന പർസേക്കറും സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. മണ്ഡ്രി മണ്ഡലത്തിൽ ടിക്കറ്റ് നൽകാത്തതിനെ തുടർന്നായിരുന്നു രാജി. ഗോവ ഡെപ്യൂട്ടി സ്പീക്കർ ഇസിദോർ ഫെർണാണ്ടസ്, മന്ത്രി ദീപക് പൗസ്കർ, മഹിളാ മോർച്ച ഉപാധ്യക്ഷയും ഉപമുഖ്യമന്ത്രി ചന്ദ്രകാന്ത് കാവ്ലേക്കറുടെ ഭാര്യയുമായ സാവിത്രി കാവ്ലേക്കർ എന്നിവരും BJP വിട്ട് സ്വതന്ത്രരായി മത്സരിക്കുകയാണ്. ഗോവയിലേക്ക് തൃണമൂലിന്റെയും ശിവസേനയുടെയും ആം ആദ്മിയുടെയും കടന്നുവരവിനിടെയുണ്ടായ വിമത നീക്കം BJPയുടെ വോട്ട് വിഹിതത്തെ ചെറുതായൊന്നുമല്ല ബാധിക്കുക. ഗോവയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്ന കോൺഗ്രസിന് ഇത്തവണ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചേക്കില്ല. പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് തന്നെയാണ് പ്രധാന കാരണം. ഒപ്പം NCPയും ശിവസേനയും എതിർചേരിയിലെത്തുമ്പോൾ കോൺഗ്രസിനും കാര്യങ്ങൾ അത്ര പന്തിയല്ല ഗോവയിൽ. हमने कोशिश की कि गोवा में भी प्रीपोल अलायंस हो गए, कांग्रेस, NCP और शिवसेना, और हमने और राष्ट्रवादी कांग्रेस के सभी, पवार साहब हो, प्रफुल्ल पटेल साहब हो, सभी ने कोशिश की, उद्धव ठाकरे साहब ने कोशिश की. लेकिन मुझे लगता है कि मैंने कल भी कहा और आज भी कहता हूँ कि उनको शायद लगता होगा कि अपने बल पर वो सरकार बनाएंगे. NCP और शिवसेना ने ये निर्णय लिया है कि गोवा में हम दोनों एक साथ चुनाव लड़ेंगे. രാജ്യം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിൽ BJP സഖ്യം അധികാരത്തിലെത്തുമെന്ന് സർവേകൾ ആവർത്തിക്കുമ്പോഴും നിലവിലെ സ്ഥിതി അത്ര സുഗമവുമല്ല. കൊഴിഞ്ഞുപോക്ക് മാത്രമല്ല BJPക്ക് തലവേദനയാകുന്നത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ തരംഗം ആർക്ക് അനുകൂലമാകുമെന്ന് വ്യക്തമാകാത്തതാണ് സംസ്ഥാന നേതൃത്വത്തെ അലട്ടുന്നത്. 2017-ൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടാക്കി കൊടുത്ത പടിഞ്ഞാറൻ മേഖലയിൽ BJP വിരുദ്ധ വികാരം ശക്തമാണ്. BJP വോട്ട് ബാങ്കായിരുന്ന ജാട്ടുകൾ എതിരായതാണ് പ്രധാന തിരിച്ചടി. ഇതിന് കാരണമായതാകട്ടെ ലഖിംപൂർ ഖേരിയിലെ കർഷകരുടെ കൊലപാതകവും കാർഷിക നിയമങ്ങളുമാണ്.
കാർഷിക മേഖലയായ പടിഞ്ഞാറൻ യു.പിയിലെ വോട്ടുകൾ ഇത്തരത്തിൽ ഭിന്നിച്ചു നിൽക്കുകയാണ്. ഇതിനിടെയാണ് പ്രമുഖ ജാട്ട് നേതാവും ഭാരതീയ കിസാൻ യൂണിയൻ അധ്യക്ഷനുമായ നരേഷ് ടിക്കായത്ത് സമാജ്വാദി പാർട്ടി RLD സഖ്യത്തെ പിന്തുണയ്ക്കാനുള്ള ആഹ്വാനം നടത്തിയത്. जो कोई भी जाओ उसे उषा मंत्रा मंत्र जो कुछ भी तरीका अपनाना हो रिक्वेस्ट का यह हो तो कुछ नहीं हो बड़े अच्छे तरीके से सब मनाने की बात है और इस गठबंधन को सफल बनाओ. നരേഷ് ടിക്കായത്തിന്റെ ഈ പ്രഖ്യാപനത്തോടെ ജാട്ട് വോട്ടുകൾ കൂടുതൽ BJP വിരുദ്ധമാകുമെന്ന നിഗമനത്തിലാണ് പാർട്ടി. അതുകൊണ്ടാകണം സമാജ്വാദി പാർട്ടിയെയും രാഷ്ട്രീയ ലോക്ദളിനെയും ജാതിയും മതവും ഉയർത്തി പ്രതിരോധിക്കാൻ BJP ശ്രമിക്കുന്നത്. SP RLD സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികളേറെയും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു വെക്കുകയാണ് യോഗിയും കൂട്ടരും. അതിനെ പിന്തുണയ്ക്കാൻ ഭാരതീയ കിസാൻ യൂണിയനിലെയും ജാട്ടുകൾക്കിടയിലെയും പ്രധാന നേതാവായ രാകേഷ് ടിക്കായത്തും രംഗത്തെത്തി. സഹോദരനും ഭാരതീയ കിസാൻ യൂണിയൻ അധ്യക്ഷനുമായ നരേഷിന്റെ നിലപാടിന് വിരുദ്ധമാണ് രാകേഷിന്റെ വാക്കുകൾ. देखो आंदोलन से ये हुआ है कि सारी पॉलिटिकल पार्टी आज किसान का नाम लेना शुरू करा है. ये आंदोलन की बड़ी जीत है और लोग अपने सिस्टम से जहाँ ये चाहें वहाँ वोटिंग का कर सकते हैं. हम किसी का सपोर्ट नहीं करते. इंडिविजुअल आप सबको छोड़ना है कि जिसकी जो इच्छा हो जहाँ जो है वो कर लगा. और ये सब जानते हैं कि इनको क्या करना. 800 रुपये में धान बेच के ये वोट किसको देना चाहते हैं ये सब पता है. കോൺഗ്രസ് ആകട്ടെ യുവാക്കളെയും സ്ത്രീകളെയുമാണ് ലക്ഷ്യമിടുന്നത്. അധികാരത്തിലെത്തില്ലെന്ന് ഉറപ്പായതിനാൽ തെരഞ്ഞെടുപ്പിന് ശേഷമാകും സഖ്യചർച്ചകളെന്ന് പ്രിയങ്ക ഗാന്ധി പരസ്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന ചോദ്യം കോൺഗ്രസിനെ കുത്തിനോക്കുകയാണ്. मुख्यमंत्री के चेहरे को लेकर अक्सर सवाल उठते रहते हैं. आपको किसी और का चेहरा दिख रहा है जी यूपी में कांग्रेस पार्टी की तरफ से? जी तो फिर तो आप ही चेहरा है मतलब अब दिख तो रहा है ना सब जगह मेरा चेहरा. താൻ മുഖ്യമന്ത്രിയാകുമെന്നല്ല ഈ വാക്കുകളിലൂടെ ഉദ്ദേശിച്ചതെന്ന് പ്രിയങ്ക വിശദീകരിക്കുമ്പോഴും ഗാന്ധി എന്ന പേരിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ മുന്നോട്ട് വയ്ക്കാൻ ഉത്തർപ്രദേശിൽ ഒന്നുമില്ല എന്ന ഈ തെരഞ്ഞെടുപ്പും കാട്ടിത്തരികയാണ്. മായാവതി മത്സരിക്കാഞ്ഞിട്ട് പോലും BSPക്കും പിന്നിലാകും ഉത്തർപ്രദേശിൽ കോൺഗ്രസ് എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. പഞ്ചാബിലാകട്ടെ ആം ആദ്മി പാർട്ടി തരംഗമെന്നാണ് പ്രവചനങ്ങൾ. 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ടാകും. കോൺഗ്രസിനും ചന്നിക്കുമെതിരെ ED റെയ്ഡ് അടക്കം നടത്തിയാലും BJPക്ക് പരമാവധി ലഭിക്കുക 3 സീറ്റുകൾ മാത്രമാകും. മണിപ്പൂരിൽ BJP സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് പ്രവചനങ്ങൾ. നാഗാലാൻഡിലെയും അസമിലെയും അഫ്സ്പ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ മണിപ്പൂരിൽ കാര്യമായി പ്രതിഫലിക്കില്ലെന്നാണ് വിലയിരുത്തൽ. ഉത്തരാഖണ്ഡിൽ ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം BJP വിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന സൂചനകളാണ് ഗ്രാമങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. ശക്തമായ അടിയൊഴുക്കുകൾ ഉത്തരാഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. BJPയിൽ നിന്ന് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കും ഉത്തരാഖണ്ഡിൽ ഉണ്ടായേക്കാം. മന്ത്രി ഹാരക് സിംഗിന് പുറമെ നിരവധി പേർ BJP വിട്ടേക്കുമെന്നാണ് സൂചന. മുൻ മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിനെ മുന്നിൽ നിർത്തി മത്സരത്തെ നേരിടുന്നതും കോൺഗ്രസിന് ഗുണം ചെയ്തേക്കുമെന്നാണ് വിലയിരുത്തലുകൾ. ഇന്ത്യക്കായി ജീവൻ വെടിഞ്ഞ ധീരജവാന്മാരുടെ സ്മരണാർത്ഥം ജ്വലിച്ചിരുന്ന അമർ ജവാൻ ജ്യോതി ഇനി ഓർമ്മ. ഇന്ത്യ ഗേറ്റിലെ ആ അഗ്നിനാളം ദേശീയ യുദ്ധസ്മാരകത്തിലെ ജ്വാലയുമായി ലയിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടിയെ നിശിതമായാണ് പ്രതിപക്ഷം വിമർശിച്ചത്. ചരിത്രം തിരുത്തി എഴുതാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്നായിരുന്നു പ്രധാന ആരോപണം.
സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിന്റെയും യുദ്ധവിജയങ്ങളുടെയും രാജ്യത്തിനായി ജീവൻ ബലി കഴിപ്പിച്ച ധീരജവാന്മാരുടെയും സ്മരണ തുളുമ്പുന്നതായിരുന്നു ഇന്ത്യ ഗേറ്റും അതിലെ അമർ ജവാൻ ജ്യോതിയും. ഒന്നാം ലോക മഹായുദ്ധത്തിലും മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ച സൈനികരുടെ പേരുകൾ രേഖപ്പെടുത്തി പണികഴിപ്പിച്ച സ്മാരകമായിരുന്നു അത്. 1972 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് അമർ ജവാൻ ജ്യോതി പണികഴിപ്പിച്ചത്. അന്നു മുതൽ 50 വർഷമായി അണയാതെ കത്തിയിരുന്ന ഇന്ത്യയുടെ പോരാട്ട ചരിത്രത്തിന്റെ ഭാഗമായ ആ അഗ്നിനാളം ഒടുവിൽ അണച്ചിരിക്കുകയാണ്. ദേശീയ യുദ്ധസ്മാരകത്തിന്റെ വരവോടെ ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയുടെ പ്രാധാന്യം കുറച്ചുകൊണ്ടുവരികയായിരുന്നു കേന്ദ്ര സർക്കാർ. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സൈനിക മേധാവികളുമെല്ലാം ഇന്ത്യ ഗേറ്റിലെ അമർ ജവാൻ ജ്യോതിയിൽ പുഷ്പചക്രം സമർപ്പിച്ചായിരുന്നു ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നത്. എന്നാൽ 2020 ഇതിന് മാറ്റം വന്നു തുടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രിയും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും മറ്റ് സൈനിക തലവന്മാരും ഇന്ത്യ ഗേറ്റിന് പകരം ദേശീയ യുദ്ധസ്മാരകത്തിലാണ് പുഷ്പചക്രം സമർപ്പിച്ചത്. അമർ ജവാൻ ജ്യോതി പേരിനൊരു സ്മാരകമായി മാറി. LA-1 എന്ന റൈഫിളിന് മുകളിൽ കൊല്ലപ്പെട്ട സൈനികന്റെ തൊപ്പിയും ചേർന്നതായിരുന്നു അമർ ജവാൻ ജ്യോതിയിലെ സ്മാരകം. ഇതിന്റെ 4 വശങ്ങളിലായി 4 ജ്യോതികളാണ് സ്ഥാപിച്ചിരുന്നത്. ഇതിൽ ഒന്ന് മാത്രമാണ് വർഷം മുഴുവൻ അണയാതെ കത്തിയിരുന്നത്. മറ്റു 3 എണ്ണം റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം പോലുള്ള സവിശേഷ ദിനങ്ങളിൽ കത്തിക്കുമായിരുന്നു. ഇവിടെ നിന്നുള്ള ജ്വാല ദേശീയ യുദ്ധസ്മാരകത്തിലെ ജ്വാലയുമായി ലയിപ്പിച്ചു. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി കഴിപ്പിച്ച എല്ലാ ധീര സൈനികരുടെ പേരും അമർ ജവാൻ ജ്യോതിയിൽ ഇല്ലെന്നും അവ കൊത്തിവെച്ചിരിക്കുന്നത് ദേശീയ യുദ്ധസ്മാരകത്തിലാണെന്നും അതിനാലാണ് ജ്യോതി മാറ്റിയതെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച സൈനികരുടെ സ്മരണാർത്ഥമുള്ള ജ്വാലകൾ ഒന്നിച്ചു ജ്വലിക്കട്ടെയെന്നും കേന്ദ്ര സർക്കാർ പറഞ്ഞുവെച്ചു. ഇന്ത്യ ഗേറ്റിൽ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമ സ്ഥാപിക്കുമെന്ന ആശ്വാസവാക്കുകൾ പ്രധാനമന്ത്രി പറയുകയും ചെയ്തു. Every countryman should ask the Congress, why did you not do for the last 6 decades when you were in government the basic courtesy and honor of recognizing the service and sacrifice of all those men and the families who they left behind, who served and sacrificed for these conflicts since independence. ചരിത്രം തിരുത്തി എഴുതാനാണ് NDA സർക്കാരിന്റെ ശ്രമമെന്നാണ് കോൺഗ്രസിന്റെ കുറ്റപ്പെടുത്തൽ. സൈനികർക്കായി ഒരിക്കൽ കൂടി അമർ ജവാൻ ജ്യോതി തെളിയിക്കുമെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. एक तरफ तो अमर जवान ज्योति उन सारे सैनिकों के बलिदान के ऊपर फूल चढ़ाती है जिन्होंने बांग्लादेश को आज़ाद कराने में अपनी सर्वोच्च सैक्रिफाइस दी, और दूसरी तरफ ये उस बात का भी प्रतिबिंब है कि 1971 में भारत ने और स्वर्गीय प्रधानमंत्री श्रीमती इंदिरा गांधी ने जो दक्षिण एशिया का भूगोलिक मैप है, जो भूगोलिक पृष्ठभूमि है, उसको दोबारा से उसकी संरचना की. तो इसलिए नेशनल वॉर मेमोरियल में एक ज्योति जल रही है, और अगर अमर जवान ज्योति भी जलती रहेगी तो इससे कोई हर्ज नहीं होने वाला. എന്തായാലും ഈ അമർ ജവാൻ ജ്യോതിയെ ചൊല്ലിയുള്ള വിവാദം തെരഞ്ഞെടുപ്പിനിടയിലും ഇന്ത്യയിൽ ചർച്ചയാവുകയാണ്.
വികസനത്തിലേക്ക് കുതിക്കുമ്പോഴും ഇന്ത്യയിൽ ഇനിയും റോഡെത്താത്ത ഒരു ഗ്രാമമുണ്ട്. ഇവിടുത്തുകാർ ആരും ചെരുപ്പ് ധരിക്കാറില്ല. തമിഴ്നാട്ടിലെ ആ ഗ്രാമത്തെക്കുറിച്ചറിയാം അടുത്തതായി. സൗകര്യമൊരുക്കാനുള്ള ഒരു ചെറിയ ക്യാമ്പും ഇപ്പോൾ ഗ്രാമത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ട്രെക്കിംഗ് ആസ്വദിക്കുന്നവർക്ക് മികച്ച അനുഭവമായിരിക്കും വെള്ളഗവി യാത്ര. കേരളത്തിൽ നിന്നാണ് യാത്ര പോകുന്നതെങ്കിൽ കുമളി ദിണ്ടിക്കൽ റോഡിൽ പെരിയകുളത്ത് നിന്ന് തിരിഞ്ഞ് കുമ്പക്കാരയിലെത്തണം. അവിടെ നിന്നാണ് ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. കുമ്പക്കാരയിൽ നിന്ന് വെള്ളഗവി വരെ ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട്. 6 മണിക്കൂറെങ്കിലും എടുക്കും നടന്നെത്താൻ. കൊടൈക്കനാൽ വഴിയാണ് വരുന്നതെങ്കിൽ വട്ടക്കനാലിൽ നിന്ന് 6 കിലോമീറ്ററാണ് ഏകദേശ ദൂരം. 4 മണിക്കൂറെങ്കിലും വേണം ഇതുവഴി സഞ്ചരിക്കാൻ. കൊടൈക്കനാലിൽ നിന്നുള്ള കാൽനടപ്പാത തീരെ ഇടുങ്ങിയതാണ്. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള വീതിയേ ഉള്ളൂ. പാതയ്ക്ക് ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.